കരിമ്പാലരുടെ കൃഷിഭൂമിയുടെ കാവൽക്കാരനാണ് ചെമ്പിലോട്ട് ഭൂതം. പൂനം നെല്ല് കൊയ്തു കഴിഞ്ഞാൽ കുടിലുകളിൽ നെൽക്കറ്റകൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു പണ്ട്. ഇത് കവരാനെത്തുന്നവരെ പിടികൂടാനായി മെതിയുത്സവം എന്ന ചടങ്ങും നടത്താറുണ്ടായിരുന്നു. ഈ ചടങ്ങിൻ്റെ ഓർമ്മ പുതുക്കലായാണ് ചെമ്പിലോട്ട് ഭൂതമെന്ന തെയ്യക്കോലത്തിൻ്റെ വരവ്. വാഴപ്പോളകൾ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക പതിയിലാണ് ചെമ്പിലോട്ട് ഭൂതത്തിൻ്റെ തെയ്യാട്ടങ്ങളുടെ തുടക്കം. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. കെട്ടുപള്ളിപ്പുറവും അറക്കവില്ലും തകർക്കുക എന്ന തീർത്തും വിദ്യാസ്വാത്മമായ ചടങ്ങാണ് ചെമ്പിലോട്ട് ഭൂതം തെയ്യത്തിൻ്റെ മുഖ്യ അനുഷ്ഠാനം. കാവൽക്കാരനായ ചെമ്പിലോട്ട് ഭൂതത്തിൻ്റെ ധാരണ തന്നെ ഉപാസിക്കുന്ന കരിമ്പാലരുടെ കൃഷിഭൂമിയിൽ ആരൊക്കെയോ അതിക്രമിച്ചു കയറിയിട്ടുണ്ട് എന്നാണ്. കരിമ്പാല സമുദായത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വാഴപ്പോല ഉൾപ്പെടെ ആക്രമികൾ കൈക്കലാക്കിയെന്ന ധാരണയിൽ അത് വീണ്ടെടുക്കാൻ ഭൂതം ശ്രമിക്കും. എന്നാൽ അതിനെ സംരക്ഷിക്കാൻ കരിമ്പാല യുവാക്കൾ കൈകോർത്ത് പിടിച്ച് വളഞ്ഞു നിൽക്കും. തുടർന്ന് വന്യമായ പോരാട്ടമാകും നടക്കുക. ഭൂതത്തെ വാഴപ്പോളക്കടുത്തേക്ക് അടുപ്പിക്കാതിരിക്കാൻ യുവാക്കൾ പരമാവധി ശ്രമിക്കും. ആക്രോശിച്ചുകൊണ്ട് ഭൂതം വീണ്ടും വീണ്ടും ആഞ്ഞെടുക്കും. കനത്ത ബലപ്രയോഗങ്ങൾക്കൊടുവിൽ വാഴപ്പോള ഭൂതം കൈക്കലാക്കുക തന്നെ ചെയ്യും. വാഴപ്പോള കൈക്കലാക്കിയാൽ ഭീതിതനമായ ആക്രോശങ്ങളോടെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പുരപ്പുരത്തേക്ക് ഓടിക്കയറുകയും ഭൂതം എന്നിട്ട് കോപത്തോടെ അട്ടഹസിക്കുകയും ചെയ്യും. പുൽപ്പുരയുടെ മേൽക്കൂരയിലെ പുല്ല് വാരി വലിച്ചെറിയും. പുരപ്പുറം ചവിട്ടിക്കുലുക്കും. പുരപ്പുറത്ത് കിടന്നുരുളും. ജനത്തെ നോക്കി പരിഹസിച്ച് ചിരിക്കും. തുടർന്ന് കരിമ്പാലർ നെൽക്കതിർ നീട്ടിക്കാണിക്കും. ഭൂതത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കും. ഏറെ നേരത്തെ അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ ശാന്തനാകുന്ന ചെമ്പിലോട്ട് ഭൂതം പുരപ്പുറത്ത് നിന്ന് താഴെയിറങ്ങും. പിന്നീട് ഭക്തരെ അനുഗ്രഹിക്കും. ശേഷം അണിയറയിലെത്തി മുടിവെച്ച ശേഷം ചെമ്പിലോട്ട് ഭഗവതിയായും ഇതേ കോലക്കാരൻ തന്നെ വീണ്ടും അരങ്ങിലെത്തുന്നു.